ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ബാങ്കിലെങ്കിലും അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും. അതായത് നമുക്ക് ഡിജിറ്റൽ പണമായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നോട്ടുകളോ നാണയങ്ങളോ ഒന്നും നമ്മുടെ കൈവശം ഉണ്ടാകാത്തൊരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ ഒരാൾക്ക് എത്ര ബാങ്കിൽ അക്കൗണ്ട് എടുക്കാം, അതായത് മിനിമം എത്ര ബാങ്കിൽ അക്കൗണ്ട് വേണം, അതിനുശേഷം എത്ര ബാങ്ക് അക്കൗണ്ട് വരെ നമുക്കാകാം, അതുപോലെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതാണോ നല്ലത്, അതോ കുറച്ച് ബാങ്കിൽ സേവിങ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ഇടപാടുകൾ നടത്തുന്നതാണോ നല്ലത്, അവ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സേവിങ് അക്കൗണ്ടിൽ വിവിധ തരത്തിലുള്ള ഇടപാടുകളാണ് നടത്തുന്നത്. അതായത് നമുക്ക്